പടം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ പറയത്തില്ലേ 3 പോയിന്റ് സ്മൃതി 3 പോയിന്റ് അതേപോലെ 3 പോയിന്റ് അസഹനീയം, അരാജകത്വം, അമാനുഷികം. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് റാഞ്ചന, അതാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു USP ആയിട്ട് കൊണ്ടു നടന്നിട്ടുള്ളത്. റാഞ്ചന എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അന്ന് എനിക്ക് നല്ല രീതിയിൽ വർക്കായി. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ക്ലൈമാക്സ് കണ്ട് മറ്റേ കണ്ണൊക്കെ നിറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീടും പലപ്പോഴും അതിൻ്റെ ക്ലൈമാക്സ് മാത്രം എടുത്ത് വെച്ച് കാണുമ്പോഴത്തേക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി ആ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യൻ സിനിമകൾ മാത്രമല്ല പല ഭാഷാ സിനിമകളിലും കണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ്. അതായത് പ്രേമം എന്ന് പറയാം, ഒരു വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ വീണ്ടും പുറകെ നടക്കുക. അപ്പോൾ പെൺകുട്ടി വേണ്ട, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ബസ് എനിക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് പ്രേമം സക്സസ് ആകും എന്നുള്ള രീതിയിൽ. അപ്പോൾ റാഞ്ചന എന്ന സിനിമത്തേക്ക് ഒരു സ്മോൾ ടൗൺ ബോയ്, ബോളിവുഡ് സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു ബോയ് ഇങ്ങനെ നടക്കുന്നു. പിന്നെ അതിന് ശേഷം നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഒരു സിനിമ കാണിച്ചത്. അതിൽ പിന്നെയും കുറേ ലോജിക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ ആ സിനിമ കാണുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ആ സിനിമ മാത്രമല്ല, ഇപ്പം അല്ലു അർജുൻ്റെ ഏറ്റവും കൂടുതൽ വിശേഷിക്കപ്പെട്ട ആര്യ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഒരു സ്റ്റോക്കിംഗ് ആണ്. നമ്മുടെ മിന്നലെ അല്ലെങ്കിൽ രഹനാഹത്തെ ഇതിൽ കൾട്ട് സ്റ്റാറ്റസ് നേടി ഇന്നിപ്പോഴും റിലീസ് ചെയ്യുന്ന സിനിമകളാണ്. പക്ഷേ ആ സിനിമയ്ക്ക് ആരോ അതെന്ന് വെച്ചാൽ ആൾമാറാട്ടം നടത്തി ഇത് ചെയ്യുന്നതാണ്. അപ്പം ഇതെല്ലാം ശരിയാണ്, തെറ്റുകളാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ എല്ലാം മാറി. ഇപ്പോൾ ഇന്ന് നമ്മളൊരു സിനിമ ഇന്നിപ്പോൾ ഇറങ്ങുന്ന പല റിലീസുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സെക്സിസ്റ്റ് ജോക്കൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഇത് അന്ന് ആൾക്കാർ കണ്ടിരുന്നത് എന്ന് നമ്മൾ തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അപ്പോൾ അപ്ഗ്രേഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് സംവിധായകൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിനിമാറ്റിക് ലിബർട്ടി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എതിര് പറയുന്നില്ല. ഈ ഒരു സിനിമയിൽ എത്തുമ്പോഴത്തേക്കും റാഞ്ചനയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാക്കി അതിനകത്ത് വയലൻസ്, അതായത് ഒരു പ്രേമത്തിന് തുടർന്ന് ഒരാൾക്കുണ്ടാകുന്ന ഒരു വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്തെടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിന് പലതും കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആക്ട്രസ് എങ്ങനെ ഈ ഒരു ക്രിഞ്ച് ഡയലോഗ്സൊക്കെ അവർ പറയാൻ തോന്നി, എങ്ങനെ ഡബ് ചെയ്യാൻ തോന്നി എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡയലോഗ്സൊക്കെ ഇതിനകത്ത് കേട്ടപ്പോഴത്തേക്കും തൊലി ഉരിയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും മോശം കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി നമ്മുടെ സെൻസർ ബോർഡൊക്കെ കുറേ കൂടെ ഒന്ന് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറേ കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം പുകവലിയും അല്ലെങ്കിൽ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഹെൽമെറ്റ് ഇടാതെ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതിന് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയലോഗുകൾ എഴുതിക്ക് എന്തെങ്കിലുമൊക്കെ അവർ എഴുതി കാണിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വേറെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരെപ്പോഴും കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയറി ഈ സിനിമയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുക, എന്താ പറയുക, വയലൻ്റ് ആറ്റിറ്റ്യൂഡ്, വയലൻ്റ് ബിഹേവിയറിനെ ഗ്ലോറിഫൈ ചെയ്ത് അതെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുക. ഇനി വേറൊരു പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഈ സിനിമയൊക്കെ ഒരുപക്ഷെ ജസ്റ്റിഫൈ ചെയ്ത് പറയുന്നവരുടെ ഒരു വാദമായിരിക്കും ഈ സിനിമ പൂർണ്ണമായിട്ട് നടക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈവ്ടീസിങ്ങിനും ഹരാസ്മെൻറ്റിനും ഒക്കെ വിധേയമാകുന്ന ഒരു സ്ഥലം ഡൽഹി എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചിലരും കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ ദില്ലിയിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഫീമെയിൽ, അവരൊക്കെ മുംബൈ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുംബൈ എന്ത് സേഫാണ്, ആരും ഞങ്ങളെ തുറച്ചു നോക്കുന്നില്ല, ആരും ഞങ്ങൾക്ക് കമൻ്റ് അടിക്കുന്നില്ല, ആരും ഞങ്ങളെ അങ്ങനത്തെ രീതിയിലൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള വലിയ ചർച്ചകൾ അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇന്ന്. കാരണം ഡൽഹിയിലെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വയലൻ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ഈവ്ടീസിങ്, കമൻറ്റ് പാസ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്ത് അതിനൊക്കെ ചെയ്തു വെച്ചിരിക്കപ്പെടുന്ന ഒരു. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ അത്രയും അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് തുടക്കം. പിന്നെ ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം, പുള്ളി ഇങ്ങനത്തെയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ. പക്ഷേ ഒരു പരിധി എത്തുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കില്ല. മാറ്റങ്ങളില്ല. ഇത് ഒരു ക്യാരക്ടർ എന്തുകൊണ്ട് ഈ ക്യാരക്ടർ വീണ്ടും ഡിപ്രസ്ഡ് ആവുന്നു, ഈ ക്യാരക്ടർ എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അതും സൈക്കോളജി കൗൺസിലറായിട്ട് ആ ഒരു ക്യാരക്ടർ വർക്ക് ചെയ്യുന്നു. ലോജിക്കിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. അത് പിന്നെ നമുക്ക് പോട്ടെ എന്ന് വയ്ക്കാം, സിനിമയുടെയാണ്, നമുക്കൊരു സിനിമാറ്റിക് ലിബർട്ടി വേണം, അതുകൊണ്ട് മാറ്റി നിർത്താം. പക്ഷേ യാതൊരു തരത്തിലും എനിക്ക് വ്യക്തിപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളൊക്കെയാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഫോഴ്സസ്, അതായത് നേവി ആയിരുന്നാലും എയർഫോഴ്സ്, ഇവരെല്ലാം ഒരു പരാമർശം ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ഒരു യുദ്ധത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പും കൂടെ ഒരു സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ആ സമയത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര
ഇഷ്ടമുള്ളവരെ നമുക്ക് അവരുടെ ലോസ് സംഭവിക്കാം എന്നൊക്കെ രീതിയിൽ ശരി അവർ പല രീതിയിൽ, പക്ഷേ ഇതിനകത്ത് അതിനല്ല ഒരു വേറെ രീതിയിലൊക്കെയാണ് വളച്ചൊടിച്ചൊക്കെയാണ്. ഇതൊരു വൾഗർ ബിഹേവിയറിനെ ഫാൻറ്റസൈസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗുകളാണ്. പല ഡയലോഗുകളും കേട്ടപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തിയേറ്ററിലിരുന്ന് തലയല്ലല്ലോ ആദ്യം തൊലി ഉരിയുന്നു. പിന്നെ എനിക്ക് കങ്കു എനിക്ക് സത്യം പറഞ്ഞ് ഇതിനേക്കാൾ എത്ര ഭേദമെന്ന് എനിക്ക് തോന്നി, സത്യം പറയാമല്ലോ. കങ്കു വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്ലോട്ടുണ്ട്, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പ്രദേശം, 5 ദ്വീപുകൾ, അവിടുത്തെ ട്രൈബൽ അങ്ങനത്തെ ആൾക്കാർ, അവരുടെ ഒരു ഇത് പക്ഷേ സിനിമ എടുത്തിരിക്കുന്നത് എല്ലാം ഫുൾ പാളിപ്പോയി. അതിൻ്റെ സൗണ്ട് ലൗഡ്നെസ്സും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ രീതിയിൽ പറയാം. അതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഭയങ്കര സംഭവമായിട്ട് ഇതിനകത്ത് കാണിക്കുകയാണ്, ഡയലോഗുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വാരാണസി, ശിവഭഗവാൻ, അതൊക്കെ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിലിരുന്ന് സത്യം പറഞ്ഞാൽ തല തല്ലി പൊളിക്കാൻ തോന്നി എനിക്ക്, അത്രയ്ക്ക് വെറുപ്പിക്കൽ സംഭവം. ഈ അത്രയും നേരം ഞാൻ കൂടുതൽ ഇന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ കിടന്നുറങ്ങിയെന്നുള്ള ഒരു ഇതെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു, അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി, അല്ലാതെ ഒന്നുമില്ല.